ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ മനുബ്രോയുടെ വീട്ടിലാണ്. ഇവിടെ കുറച്ച് അടിപൊളി റോഡ് വില്ലേഴ്സിൻ്റെ പപ്പീസ് ഉണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരെ കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനല്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. മനുബ്രോ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മനുബ്രോനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് മനു എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴ ഹരിപ്പാടാണ്. മനുബ്രോ ഇപ്പോൾ വർക്ക് ചെയ്യണോ? ഞാൻ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ എത്ര പപ്പീസ് ഉണ്ട്? നമുക്ക് ടോട്ടൽ ലിറ്ററിൽ 6 പപ്പീസ് ആയിരുന്നു ഉള്ളത്. അതിനകത്ത് 4 പപ്പീസ് നമ്മുടെ ലൈവായിട്ട് ഇപ്പം ഉണ്ട്. അതിനകത്ത് 3 മെയിലും 1 ഫീമെയിലും ആണുള്ളത്. പപ്പി ഇപ്പം ഒറ്റ ഫീമെയിൽ ഉള്ളൂ അല്ലേ? ഒറ്റ ഫീമെയിലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേരൻസൊക്കെ, പപ്പീൻ്റെ പേരൻസൊക്കെ ആരൊക്കെയാണ്? നമ്മുടെ പപ്പിയുടെ ഫാദർ വന്നിട്ട് ഇമ്പോർട്ട് മെയിലാണ്, റിക് ബുക്കാസ് എന്നാണ് അവൻ്റെ പേര്. പിന്നെ മദർ വന്നിട്ട് കാരോണ്ട ഡോട്ടറാണ്. ഇമ്പോർട്ട് മെയിൽ കാരോണ്ട ഡോട്ടറാണ് പപ്പി. മനുബ്രോ, അപ്പം നമ്മൾ പപ്പിക്ക് എത്ര നേരം ഫീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? പപ്പിക്ക് ഇപ്പം നമ്മൾ 6 നേരം ഫീഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 നേരം ഫീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ റോയൽ കാൻ കൊടുക്കുന്നുണ്ട്, പ്ലസ് നമ്മൾ ചിക്കൻ അതിനകത്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പപ്പിക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 35 വയസ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും പാലും കുടിക്കണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും പാല് നമ്മൾ അതിനിടയ്ക്ക് ഓരോ ഗ്യാപ്പ് ഇട്ട് പാലും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ബ്രോ, അപ്പം നമുക്ക് ഇവരുടെ അമ്മേനൊന്നും കണ്ടാലോ, ഡോഗിനൊന്നും കണ്ടാലോ? കാണാം. മനുബ്രോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ അല്ലേ? ഇതൊക്കെ ആരാണ്? ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ ചേട്ടന്റെ വൈഫാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പീസിനും അതുപോലെ തന്നെ ഫീമെയിലൊക്കെ നോക്കുന്നത് ആരാ? അമ്മ തന്നെയാണല്ലേ? അപ്പോൾ അമ്മ ഇപ്പം എല്ലാവരും പറയണത് റോഡ് വില്ലർ ഭയങ്കര ഡേഞ്ചർ ബ്രീഡാണെന്നാ. അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അതെ അല്ലേ? പുറത്തുനിന്നൊക്കെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിലോ കുറയ്ക്കും. അതിനാണല്ലോ നമ്മൾ നായനെ വളർത്തണേ. അതെ അല്ലേ? അപ്പോൾ റോഡ് വില്ലർ ഡേഞ്ചർ ബ്രീഡ് അല്ല? തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് അമ്മ ഇവരെ നോക്കാനായിട്ട്? നല്ല കുറുമന്മാരാണോ അവര്? ഭയങ്കര കുറുമന്മാരാണല്ലേ? ഇവൾക്ക് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും? ഇവക്ക് ഒരു 3.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഇതുള്ള ആദ്യത്തെ ലിറ്റർ ആണോ? അല്ല, അവളെ സെക്കൻഡ് ലിറ്റർ ആണ്. അപ്പൊ നമ്മള് ഇവളെ പപ്പിയിലെ മേടിച്ചതാണോ അതോ? പപ്പിയായിട്ട് മേടിച്ച 50-55 ആ ഒരു സമയത്തേക്ക് മേടിച്ചു. അപ്പൊ നമ്മുടെ പപ്പിയുടെ ഏകദേശം പ്രായത്തിൽ മേടിച്ചതാണ് ഇവളെ അല്ലേ? അതിലും ഇച്ചിരി കൂടെ വില്ലായിട്ട് മേടിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ബ്രോ നമ്മൾ റോഡ് വില്ല എന്ന് പറഞ്ഞ ബ്രീഡിൽ തന്നെ ചൂസ് ചെയ്യാൻ കാരണം? എനിക്ക് റോട്ടിനെ കുറച്ച് ഇഷ്ടമുണ്ട്, റോട്ട് എന്ന ബ്രീഡിനോട്. അതെ അല്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, 3.5 കൊല്ലം ഈ റോഡ് വില്ല എന്ന് പറഞ്ഞ ബ്രീഡിനെ വളർത്തിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ബ്രീഡാണ്. ഞാൻ വളർത്തിയതിൽ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ നല്ലൊരു ഗാർഡ് ഡോഗാണ്. നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് ആള്. അപ്പം ഒരു ലിറ്റർ ഇറങ്ങിയിട്ട് പോലും വീട്ടിൽ അച്ഛനും അമ്മയാണ് ഉള്ള ലിറ്റർ എല്ലാം നോക്കിയത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അനിയമില്ല. വീട്ടുകാർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വീട്ടുകാരുടെ അത്രയ്ക്ക് കമ്പനിയാണ് റോട്ട്. അപ്പോ നമ്മളൊന്നും വീട്ടിൽ വേണമെന്നില്ല, വീട്ടുകാർക്ക് തന്നെ ആരും വേണമെന്നില്ല. 2 പേര് അവളെ നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് ഹാപ്പിയാണ് അല്ലേ? ഓക്കെ മനു ബ്രോ, ഇവള് കാരോണ്ട് കുട്ടിയാന്ന് പറഞ്ഞു. ഇവളുടെ മദർ സൈഡ് ഒക്കെ എങ്ങനെയാ വരണേ? ഇവളുടെ മദർ സൈഡ് വരുന്നത് കരീമിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഓ, കരീമിൻ ലൈനൊക്കെ വരുന്നുണ്ട് അല്ലേ? കരീമുണ്ട്, അതുകൊണ്ട് തന്നെ ചാമ്പ്യൻ ഫാൻറ്റം, ജോണി, അങ്ങനെ കുറച്ച് നല്ല നല്ല ലൈൻസ് വരുന്നുണ്ടല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഹ്യൂജ്നെസ് നമുക്ക് തോന്നുന്നത് അല്ലേ? ബ്രോ, എന്തുകൊണ്ടാണ് നമ്മുടെ റിക് ബുക്കാസ് എന്ന് പറഞ്ഞ മെയില് മീറ്റ് ചെയ്യാൻ കാരണം? അത് ഈ പറയുന്ന ഹെവി ആയിട്ടൊരു മെയിൽ. എനിക്ക് ഈ ഹെവി ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇത്രയും ലോങ് പോയി തൃശ്ശൂരുമായിട്ടാണ് നമ്മൾ മേറ്റ് ചെയ്തത്. ഓ, ഇവിടുന്ന് തൃശ്ശൂർ വരെ പോയി അല്ലേ? അതെ, തൃശ്ശൂർ കൊണ്ടുപോയിട്ടാണ് നമ്മളെ മേറ്റ് ചെയ്തത്. അങ്ങനെ ഡോഗ്സിനാണ് നമുക്ക് ഇഷ്ടം. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനത്തെ ഇത്തിരി ഹ്യൂജ് ടൈപ്പ് ഡോഗ്സിനാണ് ഇഷ്ടം അല്ലേ? ഹ്യൂജ് ആയിട്ടുള്ള ഡോഗ്സിനാണ് മിക്ക ആൾക്കാർക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഹ്യൂജ് ആയിട്ട് ഇരിക്കുന്ന ഡോഗ്സിനെ തന്നെ ഇഷ്ടം. ഓക്കെ, നമ്മൾ ഈ ലൈൻസ് യൂസ് ചെയ്തത് അതുകൊണ്ടായിരിക്കില്ലേ നമ്മുടെ പപ്പി 35 ദിവസത്തിൽ തന്നെ ഇത്ര സൈസ് ആയത്? അതെ, തീർച്ചയായിട്ടും. അതിന്റെ ഫാദറിന്റെ മദറിന്റെ ക്വാളിറ്റി ആയ എന്തായാലും ആ പപ്പീസിലും ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പൊ നമ്മുടെ 35 ദിവസമായിട്ടുള്ള റിക് ബുക്കാസിന്റെ കാരോൺ അല്ലേ? അതെ, കാരോണിലുള്ള കുട്ടീസാണ്. നല്ല അടിപൊളി പപ്പീസാണ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പപ്പീസിന് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ കൊടുക്കാറായിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും കൊടുക്കാറായിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് വാക്സിൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ അടിപൊളി പപ്പീസിനെ ഫാദറും മദറിനൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഹ്യൂജ് ആയിട്ടുള്ള പപ്പീസാണ്, അതുപോലെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള പാരൻസ് ആണ്.
അപ്പോൾ ആർക്കെങ്കിലും പപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ മനുബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. മനുബ്രോ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ? ഓൾ ഇന്ത്യ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് റോഡ് ബില്ലിനെ കുറിച്ചോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനുബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.